നമുക്കിന്നേ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇതുപോലെ ഒരു സോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടിയത് സോപ്പിൻ്റെ ബേസാണ്. സോപ്പ് ബേസ് ട്രാൻസ്പെറൻറ്റ് സോപ്പ് ബേസാണ്. ഇത് അലോവേരയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സോപ്പ് ബേസാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് തേങ്ങാപ്പാൽ, പിന്നെ വേണ്ടിയത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിൽ വേണം. വൈറ്റമിൻ ഇ ഓയിൽ ഗ്ലിസറിനൊക്കെ ചേർന്ന ബേസാണ്, എങ്കിലും ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യുവാണ്. പിന്നെ നമുക്ക് വേണ്ടത് സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ല് എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലും ഉണ്ട്. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. മെൽറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഡബിൾ ബോയിലിംഗ് ചെയ്ത് മെൽറ്റായി ചെറിയ കട്ടകൾ ഉണ്ട്. അതും കൂടെ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്കിനി അതിലേക്ക് ഗ്ലിസറിൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്ലിസറിനും വൈറ്റമിൻ ഇയും. അപ്പോൾ ഒരു 2 സ്പൂൺ ഗ്ലിസറിൻ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുവാണ്. 2 സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീരെ കുഞ്ഞു പിള്ളേർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് വൈറ്റമിൻ ഇ ഓയിലാണ്. വൈറ്റമിൻ ഇ ഓയിൽ ഒരു 10 ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അതും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഗ്ലിസറിനും വൈറ്റമിൻ ഇയും നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ആണ് ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാനുണ്ട്. നമ്മളുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്തു. ഇനി വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 1 മിനിറ്റ് മാക്സിമം. അതിന് ശേഷം വാങ്ങി നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചു. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഫ്രാഗ്രൻസ് ഓയിൽ, സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിൽ നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇത് മൗൾഡിലേക്ക് മാറ്റാം. മൗൾഡിലോട്ട് മാറ്റിയതിന് ശേഷം ഇതൊരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റാവും. അതിന് ശേഷം നമുക്ക് അൺമൗൾഡ് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ. നമ്മളുടെ സോപ്പ് അൺമൗൾഡ് ചെയ്യാൻ പോവുകയാണ്. കറക്റ്റ് 1 മണിക്കൂർ ആയതേ ഉള്ളൂ. സോപ്പ് നല്ലതുപോലെ തന്നെ സെറ്റായിട്ടുണ്ട്. 3 സോപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു 100 ഗ്രാം ഉണ്ട് ഒരു സോപ്പ്. അപ്പം 3 സോപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ 1 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കോക്കനട്ട് മിൽക്ക് സോപ്പ് റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് കോക്കനട്ട് മിൽക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. Thank you for watching video.